അപ്പൊ ഇതാട്ടോ നമ്മുടെ മണിത്താറാവിന്റെ ഫാമിലി മൊത്തം വന്നേക്കട്ടോ. ടോക്കല്ലേ അച്ഛൻ നോക്കുന്നു. നമ്മള് അന്ന് കൊണ്ടുപോയി വെച്ച മുട്ട ഉണ്ടല്ലോ, 15 മുട്ട വെച്ചിരുന്നേ. അതിൽ ഒന്ന് മാത്രമേ കിട്ടിയുള്ളേ, ബാക്കിയൊക്കെ കേടൊന്നു പോയി. അപ്പോൾ പഴയ മുട്ടയാണോ എന്തെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ കൊത്തുമുട്ട അല്ലാത്തത് കൊണ്ടോ എന്തോ ഒരൊറ്റ മുട്ട മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴാണ് ഇവർ വിളിച്ചത്, ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് കണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്ന് ആദ്യം വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഇനി വിരിയോ നോക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, 2-3 ദിവസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് വിരിഞ്ഞ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് പോയി കൊണ്ടുവന്നു കേട്ടോ. മറ്റേത് വിരിയില്ലെന്ന് ഉറപ്പായി. അപ്പോൾ 2-3 ദിവസം എന്തായാലും ഇത് ആദ്യം വിരിഞ്ഞ് പട്ടിണി ഇറന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ആളിവിടെ ഉണ്ടേ. അപ്പോൾ ഇതാട്ടോ നമുക്ക് ആകപ്പാടെ കിട്ടിയിട്ടുള്ള ഒരേ ഒരു സുന്ദരനാ സുന്ദരി അറിയില്ല കേട്ടോ. ഏതായാലും ഇതുള്ളൂ കേട്ടോ. അപ്പോൾ 1-2 ദിവസമായിട്ട് വിരിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഫുഡൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കോഴിക്കുള്ള തീറ്റ ഉണ്ട് കേട്ടോ ഇവിടെ, അത് കൊടുത്തു നോക്കാം. നേരെ ഹാച്ചറിയിൽ നിന്ന് ആ ഇൻക്യുബേറ്ററിൻ്റെ ബോക്സിൽ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാൻ നല്ല വേറെ ഒരു രക്ഷയില്ല. കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടോട്ടെ വേണമെങ്കിൽ. ഇതിലേതോ ഒന്നാണ് കേട്ടോ അമ്മ. അപ്പോൾ മണിത്താറാവിൻ്റെ ഫാമിലി മൊത്തം വന്നേക്കട്ടോ കുട്ടീനെ കാണാൻ. ആരൊക്കെ നോക്ക്, അച്ഛൻ, ഇതിലേതോ ഒരു ആളുടെ മുട്ടയിട്ടത്. ഒരുപാട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കയ്യും കാലൊക്കെ ക്ലിയറായി. അത് നടക്കാനും കുഴപ്പമൊന്നുമില്ല. 3 ആൾക്കാരിങ്ങനെ നോക്കുകയാണ് എന്താണ് സംഭവം, എവിടെയോ കണ്ടു പരിചയം ഉണ്ട് എന്നുള്ളൊരു ഇതിലായിട്ട് അവർ നിൽക്കുന്നത്. മുള്ളംകോഴിയൊക്കെ ഇവിടെ എന്താ നടക്കുന്നത് ഇങ്ങനെ ആലോചിക്കാം. ആള് ഒന്ന് ആക്റ്റീവ് ആയിട്ടപ്പോൾ കൊണ്ടുവന്ന ആ സമയത്തുള്ള പോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് ഉഷാറായി. താറാകുട്ടീനെ നമുക്ക് താറാവുകളെ കുളത്തിലൊന്ന് കൊണ്ടിട്ട് നോക്ക. വെള്ളമൊക്കെ ആകെ അലമ്പാക്കിയിട്ടുണ്ട്, എന്നാലും ഒന്ന് ഇട്ടോക്കല്ലേ. കുട്ടീൻ്റെ അച്ഛൻ നോക്കുന്നുണ്ട്. കൊത്തണൊന്നുമില്ലല്ലോ കോലേ.
4 ദിവസം ആയിട്ടുള്ളൂ. നമ്മളിഞ്ഞ ആരപ്പറ്റുള്ള ഇടപ്പന് ആരപ്പോടാൻ പറ്റൂല. പെട്ടി എന്തെങ്കിലും പെട്ടിയിലോ കോഴിക്കുട്ടിയോടൊപ്പം എന്താ കോഴിക്കുട്ടിയോടൊപ്പം കൊത്തൂലേ ആ പൊത്തനൊക്കെ ഒരു ദിവസം കൊത്തു കൊടുത്തു. പിന്നെ ശരിയാവും. ഇടാൻ പറ്റുമോ? പിന്നെന്താ വെള്ളം വെള്ളത്തിലിറങ്ങാനൊക്കെ വെള്ളച്ചാറ് ഞങ്ങൾക്ക് ഇറക്കാം. തൂലിങ്ങനെ കുത്ത്.